വചനം വചനം ത്രിയേക ദൈവമം വചനം. ത്രേസ് കാന്തോസ് എന്ന വചന വിചിന്തന പരമ്പരയിലേക്ക് സ്വാഗതം. സെപ്റ്റംബർ 14 ആഗോള കത്തോലിക്ക സഭ വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാള് ആഘോഷിക്കുകയാണ്. അതുകൊണ്ട് വിശുദ്ധ കുരിശിനെ കുറിച്ച് നമുക്കല്പം ധ്യാനിക്കാം. യേശുവിന്റെ അപ്പോസ്തലന്മാർക്ക് ഒരിക്കലും മറക്കാനാവാത്ത നോവ് സമ്മാനിച്ച ഒരു സംഭവമാണ് ഈശോയുടെ കുരിശിലെ മരണം. അവിടെയാണ് അവരുടെ ഹൃദയം നുറങ്ങിയത്, അവരുടെ കണ്ണുകളിൽ അന്ധകാരം നിറഞ്ഞത്, സന്തോഷം അപ്രത്യക്ഷമായത്. ഉദയവും അസ്തമയവും ഒരേ ദിക്കിൽ സംഭവിക്കാറില്ല. എന്നാൽ കുരിശിലെ മരണത്തിലൂടെ അന്ധകാരം ഉദയത്തിന് വഴിമാറി, നിരാശ പ്രത്യാശയ്ക്ക് നിദാനമായി, അന്ധകാരം പ്രകാശത്തിന് കാരണമായി. നമുക്ക് ചുറ്റും നിരാശയുടെ തമോഗർത്തങ്ങൾ രൂപപ്പെടുമ്പോൾ പ്രത്യാശ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ക്രൂശിതനിലേക്ക് നോക്കാം. കുരിശിൽ കിടക്കുന്ന മിശിഹ വിവസ്ത്രനാണ്. അവന്റെ വസ്ത്രങ്ങളെല്ലാം അവർ ഉരിഞ്ഞെടുത്തു. അവന്റെ മേലങ്കയ്ക്ക് വേണ്ടി അവർ ചിട്ടിയിട്ടു. ദേഹമാസകലം മുറിവുകളുമായി അവൻ വിവസ്ത്രനായി കുരിശിൽ കിടന്നു. അകത്തും പുറത്തും ഒന്നും മറയ്ക്കുവാനില്ല. അവൻ നഗ്നമായ സത്യമാണ്. അവന് മുഖംമൂടികളില്ല. ആന്തരികതയെ മറയ്ക്കുവാൻ ബാഹ്യമായതിനെ അവൻ പുലുകുന്നില്ല. അവൻ സത്യത്തെ സ്നേഹിച്ച നഗ്ന സത്യമായ ദൈവപുത്രൻ തന്നെയാണ്. പച്ചയായ മാംസത്തിലൂടെ അടിച്ചു കയറ്റിയ ആണികളും കുത്തിത്തുറക്കപ്പെട്ട തിരുവിലാവും അധിക്ഷേപ വാക്കുകളും ഈശോയുടെ മനസ്സിനെയും ഹൃദയത്തെയും ദുർബലമാക്കുന്നുണ്ട്. മുറിവേറ്റവരൊക്കെ ഓടിയെത്തേണ്ടത് ക്രൂശിതനായ യേശുവിലാണ്. അവനിൽ മാത്രമേ സൗഖ്യം നേടാൻ സാധിക്കുകയുള്ളൂ. മുറിവേറ്റവർ ഓടിയെത്തേണ്ട ആശുപത്രിയും ഉപയോഗിക്കേണ്ട ലേപനവും മരുന്നും അവൻ തന്നെയാണ്. സൗഖ്യപ്പെടൽ യേശു എന്ന ദിവ്യവൈദ്യനിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്കും ക്രൂശിതനിലേക്ക് പ്രയാണം ചെയ്യാം.